നമ്മുടെ ചാനൽ അടുത്തൊരു വീഡിയോക്ക് അപ്പം എന്തുണ്ടാക്കും എന്നുള്ള ആലോചനയിലാണ്. ഞങ്ങൾ മാത്രമല്ല ആലോചന ഇല്ല. ചവള പുട്ട് കേട്ടോ, നമ്മൾ പുട്ട് എന്തുണ്ടാക്കും. അപ്പോൾ തരുന്ന ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞൻ എണിച്ചു വന്നിട്ടില്ല, കുഞ്ഞിനെ അച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണോളൊക്കെ എണിച്ചിട്ടുണ്ട്. അവർ ടി വി കാണുന്നുണ്ട് അങ്ങോട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് കുഞ്ഞിനെ അച്ചു നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ചു അങ്ങനെ എല്ലാം ഫുഡും ബ്രേക്ക്ഫാസ്റ്റും ഒന്നും കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തുണ്ടാക്കുമ്പോൾ ഒരു ടെൻഷനാണ്. അച്ചുവിന് എന്തുണ്ടാക്കും എന്നുള്ള ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞിനോട് ചോദിക്കാമെന്ന് വെച്ചിട്ട് ഇന്നലെ ചിക്കൻ കറി പത്തിരി ഉണ്ടാക്കിയാണ്. ഓരോ ദിവസം ഓരോന്നായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഒപ്പം സത്യം തന്നെ ഗോതമ്പ് പുട്ടും ഗോതമ്പിൻ്റെ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി വയ്ക്കട്ടെ. എന്താ വെച്ചാൽ അച്ചു കൂടുതലും ഗോതമ്പിൻ്റെ ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എന്ത് ചെയ്തു, നൂലപ്പം ഉണ്ടാക്കിയിട്ടാണ്. നൂലപ്പം ഉണ്ടാക്കിയിട്ട് ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഇരിക്കുന്നുണ്ട്, ചപ്പാത്തി ചൂടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നൂലപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ സബോള അരിയാനായിട്ട് ഒരു 3 സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ഇൻസ്റ്റയിൽ ഒരാൾ ചക്കച്ചക്കാന്നരിയുക സത്യം. അങ്ങനെ ചക്കച്ചക്കാന്ന് സബോളയൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ. കത്തിച്ച് കുറച്ച് മുറിച്ച കുറവുണ്ട് കേട്ടോ. എന്നാലും പരമാവധി സ്പീഡിൽ ഇങ്ങനെ കടടാന്ന് അരിയുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇന്നലെ ശനിയാഴ്ച ആയിരിക്കണം ഞങ്ങൾ ഇന്നലെ കുഞ്ഞിനെ ചൂടൊരു സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സിനിമ കണ്ട് കഴിഞ്ഞ് എത്തുമ്പോൾ നേരവേക്ക് 11:15 ഷോയ്ക്കാണ് പോയത് കേട്ടോ. ഷെബിക്ക് മുന്നിന് വർക്കിടാൻ അവർ പറഞ്ഞു ഞങ്ങളില്ല അമ്മ നിങ്ങൾ പൊക്കണം കേട്ടോ. അപ്പം ഇന്നാളെ 2 സിനിമയ്ക്ക് മുന്നിൽ ഷെബിയും പോയി, കുഞ്ഞിനും 2 സിനിമ കണ്ടു കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ ദിവസമായിട്ട് സിനിമയ്ക്കൊക്കെ പോയിട്ട് അപ്പോൾ കുഞ്ഞൻ പറഞ്ഞു നമുക്ക് സിനിമയ്ക്ക് വേണ്ട, അങ്ങനെ ഞങ്ങൾ പോയതാട്ടോ. അങ്ങനെ നമ്മൾ സിനിമയ്ക്ക് പോയി വന്ന് എനിക്ക് 9-9:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ണുകൾക്ക് 10:30 ആകുമ്പോൾ ട്യൂഷന് പോകണം. അതിന് നേരത്തേക്ക് ആകുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. ഉണ്ണുകളെ കുളിപ്പിച്ചിട്ട് വേണം ട്യൂഷൻ ഉണ്ടാക്കട്ടെ. എനിക്ക് ഉണ്ണുകളെ കുളിക്കാണ്ടൊന്നും ഞാൻ ട്യൂഷനോ സ്കൂളിലേക്ക് ഒന്നും വിടില്ല കേട്ടോ. ഇനി എന്ത് കാരണവശാലായാലും അവരെ കുളിപ്പിച്ച് ക്ലീൻ ആക്കിയിട്ട് വിടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഭക്ഷണം കൊടുത്ത് മുടിയൊക്കെ കെട്ടി മുഖമൊക്കെ കഴുകി പറഞ്ഞേക്കാം. പക്ഷേ എനിക്കെന്തോ അതിനോട് തൃപ്തിയില്ലായ്മയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ചു, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിട്ടു, സബോള അരിഞ്ഞിട്ടു, പച്ചമുളക് ഇട്ടുവിട്ടെ. പിന്നെ നമ്മൾ നന്നാക്കിയിട്ട് തക്കാളി ഇട്ടുവിട്ടെ. നമ്മൾ ഈ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ തക്കാളി സബോള ഒന്നും ഒരുപാട് അങ്ങോട്ട് വാടേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു മുട്ടക്കറിക്ക് അധികം സബോള തക്കാളി വാടണം. ഈ നൂലപ്പത്തിലേക്ക് ഉണ്ടാക്കുന്ന മുട്ടക്കറിയില്ല, അതൊരു വേറെ കേട്ടോ. അങ്ങനെ അതിനായിട്ട് അപ്പുറത്ത് നൂലപ്പത്തിൻ്റെ ഇത് പിഴിഞ്ഞിട്ട് എനിക്ക് കൈ കൊണ്ട് നൂലപ്പത്തിൻ്റെ പിഴിയാൻ പറ്റില്ല. കൈക്ക് ഭയങ്കര വേദനട്ടോ. എനിക്ക് നൂലപ്പത്തിൻ്റെ അച്ച് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കൈകൾക്ക് പ്രശ്നമുണ്ട്. ഒരു കൈ ഓപ്പറേഷൻ കഴിഞ്ഞാലും മറ്റേ കൈ ഇപ്പോൾ കുറച്ചാളായിട്ട് ചെറിയ പ്രശ്നത്തിലാട്ടോ. മലങ്കരയ്ക്ക് എല്ലിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പോകണമെന്നുണ്ട്. പക്ഷേ ഒരു ദിവസം അവർ തിരക്കേക്കാനും ചിലപ്പോൾ അവിടെ പോയി ഒരു ചെറുവല്ലുമ്പോൾ പ്ലാസ്റ്റിക് ഇട്ടുകൊണ്ട് വന്നാലും വെച്ചിട്ട് പോകാണ്ടിരിക്കാം കേട്ടോ. പിന്നെ നമ്മൾ മസാലപ്പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ സബോളയും തക്കാളി ഒന്നും ഇതാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കോഴിമുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. അതെടുത്തിട്ട് നമ്മൾ ആ കാസറോൾ ഇട്ടിട്ടാ. കാസറോൾ വേണമെന്നില്ല ഏതെങ്കിലും അടച്ചുറപ്പുള്ള ഒരു പാത്രം എടുക്കുക, അല്ലെങ്കിൽ ഒരു മൂടി വെറുതെ വെച്ചിട്ട് ഇങ്ങനെ നന്നായി ഇങ്ങനെ കുലുക്കി കൊടുക്കുക കേട്ടോ. കണ്ടോ കുലുക്കി ചെയ്തിട്ട് എന്താ പറയുക സുഖമായി ഒന്നും കൂടി കുലുക്കുകയാണെങ്കിൽ ശരിക്കും ആ കോഴിമുട്ടയൊക്കെ തൊണ്ടിൻ്റെ ഉള്ളത് വന്നിരിക്കണം കേട്ടോ. ഇതിങ്ങനെ കോഴിമുട്ട തൊണ്ട് പൊളിക്കാൻ നല്ല സുഖമായിട്ട്. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് എനിക്കിത് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നാറുണ്ട് മുട്ട പൊളിക്കുമ്പോൾ. അല്ലെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ താഴ്ത്ത് തട്ടി ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ ദേഹത്തിൻ്റെ ഉള്ളിൽ കുത്തി കയറും. ഇതിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ 4-5 പ്രാവശ്യം ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ മുട്ടയും തൊണ്ടും വേറെ ആയിട്ട് എടുക്കട്ടെ. പിന്നെ എടുത്തിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ട കണ്ട കോഴിമുട്ട പെട്ടാണ്ട് തന്നെ ഭംഗിയായിട്ട് കിട്ടൂട്ടാം. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ. നമ്മൾ നേരത്തിനനുസരിച്ച് ചെയ്യും. ഇന്ന് നേരില്ല, ഇന്ന് ചകപാന്നുള്ള നേരാട്ടോ. എന്താ വെച്ചാൽ 9:30 ഇരിക്കുമ്പോൾ 10:30 മണിക്ക് ട്യൂഷന് വേണേക്കണം. അപ്പോൾ അച്ചും ഷെബിയും എന്നാണ് അച്ചുവിനും കുഞ്ഞിനെ ഇരിക്കുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ആവുന്നുണ്ട്. ഇപ്പോഴത്തെ വീട്ടിൽ പൊന്നുവിന് ഷെബിന് കാണാനില്ല എന്നുള്ള പരാതി കൊണ്ട് ഞാൻ ആരും വരേണ്ട, അവരവിടെയാണ്. അപ്പോൾ അവർ അറിയാം എല്ലാവർക്കും കൂടെ ഇവിടെ കിടക്കാൻ സൗകര്യമില്ലല്ലോ എന്നിട്ടാണ് അവരവിടെ. ഞാൻ ഇന്ന് വിളിക്കും രാവിലെ നിങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണമെങ്കിൽ
ഞാൻ ഉണ്ടാക്കാൻ നിർമ്മിക്കാൻ പറഞ്ഞില്ല അമ്മ ഞങ്ങൾ ഡയറ്റിംഗ് ആണ്, തടി കുറയ്ക്കുകയാണ്, ഞങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഫുഡൊന്നും കഴിക്കുന്നില്ല, കാർത്തൂന് മാത്രമേ ദോശ ഉണ്ടാക്കണുള്ളൂ എന്ന് പറയണേട്ടാ. അങ്ങനെ നമ്മൾ ആ കോഴിമുട്ടയൊക്കെ ഇട്ടതിന് ശേഷം നാളികേരപ്പാൽ, ഒന്നാം പാൽ മാത്രം ഞാൻ കുറച്ച് ഒഴിക്കണുണ്ട്, വേറെ ഒന്നും ചെയ്യില്ല. കുറച്ച് ഒന്നാം പാലൊക്കെ ഒഴിച്ചു. ഇനി ജസ്റ്റ് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. കറക്റ്റാണെങ്കിൽ നമുക്കത് തന്നെ ഇറക്കി വയ്ക്കാം കേട്ടോ. മല്ലിയിലയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴെല്ലാം ലാസ്റ്റ് ഉണ്ടാക്കി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് മല്ലിയില ഇട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നൂലപ്പത്തിലേക്ക് മുട്ടക്കറി എത്ര പെട്ടെന്ന് സെറ്റായി നോക്കി അല്ലേ. നോക്കി ആ കറി കൂട്ടിയിട്ട് നൂലപ്പായാലും ചപ്പാത്തിക്കായാലും പൊറോട്ടയ്ക്കായാലും വെള്ളയപ്പത്തിനോടെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പലരും പലതരത്തിലാണ് വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് നേരം അങ്ങനെ അടുക്കളയിൽ കിടന്നതിന് മെനക്കെടാൻ ഇഷ്ടമില്ല. പെട്ടെന്ന് കാര്യങ്ങളാണ്, എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ മുട്ട കുക്കറിലാണ് ഞാൻ മുട്ട വിസിലടുപ്പിച്ചിട്ട് വെച്ചത് കേട്ടോ. എന്നിട്ട് കുക്കറിൽ വേറെ എന്തോ വയ്ക്കാൻ വേണ്ടി മാറ്റുമ്പോൾ ഞാൻ വാൽപ്പാത്രത്തിലേക്ക് വെച്ചു എന്നുള്ളൂ. കുക്കറിൽ 2 വിസിലടിച്ച് കഴിഞ്ഞാൽ കോഴിമുട്ട സെറ്റ്. അപ്പോഴേക്കും നമ്മുടെ സബോള തക്കാളിയൊക്കെ ഒരുപാട് വാട്ടിയിട്ടില്ലേ നമ്മൾ, ഒക്കെ സിമ്പിളായിട്ട് പെട്ടെന്ന് കഴിയും വേണം, ടേസ്റ്റ് വേണം. ഇപ്പം ലാസ്റ്റ് ഇട്ടത് ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂണില്ല കുറച്ച് 1/4 ടീസ്പൂൺ കൊടുത്തിട്ട് പഞ്ചസാര. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഈ നമ്മൾ ഏലക്കായിട്ട് കട്ടൻ ചായ വെച്ച് നമ്മളെല്ലാവരും കൂടി കഴിക്കാം കേട്ടോ. അപ്പോൾ നൂലപ്പുണ്ട്, ചപ്പാത്തി ഉണ്ട്, മുട്ടക്കറി ഉണ്ട്, മീൻകറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ അപ്പുറത്ത് നമ്മൾ കുണുക്കച്ചക്ക ഇരിക്കേണ്ടതാണ്. ഞങ്ങൾ 6 ആളിരുന്ന് ഫുഡ് കഴിക്കുക. പിന്നെ ആരൊക്കെയോ കമൻറ്റ് ഇട്ടെന്ന് പറയുന്നത് കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ പണിയെടുക്കണില്ല, അച്ഛനും അമ്മയാണ് ഇവിടെ പണിയെടുക്കുന്ന കുഞ്ഞ്, അങ്ങനെയൊക്കെ പറയണവരുണ്ട് കേട്ടോ. കുണുക്കൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് എഴുച്ച് പോയിട്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ആരും. എന്താ വെച്ചാൽ പൊന്നൂൻ്റെ വീടാകുമ്പോൾ പൊന്നൂന് സമയം സന്ദർഭമുള്ളപ്പോൾ പിന്നെ ഏകദേശം അവൾ കുറേ ഇങ്ങോട്ട് വരാറുണ്ട്. ഇപ്പോഴാണ് കുറച്ച് ദിവസമായിട്ട് അവൾ സ്ഥിരം ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ വരുന്ന കാര്യം അവൾ കുറച്ച് പണി കുറവ് റെസ്റ്റിന് എടുക്കാനുള്ള ടൈമിൽ കുഞ്ഞിനെന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാവർക്കും അറിയാം, മാറ്റാകുമ്പത്തെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് പണി കാരണമൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ഒരു അവൾക്ക് വയ്യ, അവൾക്ക് ഓൾറെഡി ഭക്ഷണം കറക്റ്റ് ടൈമിൽ അവൾ കഴിക്കില്ല. അങ്ങനെ കുറേ അവൾ ഭയങ്കര ക്ഷീണിച്ചു, അവൾക്ക് വയ്യ. അവർക്ക് കുറേ ഷോപ്പ് ഇടുന്നതിൻ്റെ ഒട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ആക്കാനും അവൾക്ക് അങ്ങനെ ഹോട്ടൽ ഫുഡിനോടൊന്നും അത്ര ഇഷ്ടമില്ല. അപ്പോൾ കുറച്ച് ദിവസം അവർക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കേണ്ട അവസ്ഥ അപ്പോൾ അവൾ ഭയങ്കര ക്ഷീണിച്ചു. അപ്പോൾ ഞാൻ പറയാൻ തുടങ്ങിയത് കുഞ്ഞ കടയുടെ ഓപ്പണിങ് കഴിഞ്ഞൊരു 3-4 ദിവസം വീട്ടിൽ നിൽക്കണ നിലയ്ക്ക് നീ വായു, അല്ലെങ്കിൽ വരണ്ടെന്ന് ഞാൻ പറയുള്ളൂ. എന്താ വെച്ചാൽ ഒന്ന് ഫുഡ് കഴിച്ചതിൻ്റെ ആ ക്ഷീണം ഒന്ന് മാറ്റിയെടുക്കുന്ന കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഒഴിച്ചിരി കഴിഞ്ഞ് വന്നതിന് ശേഷം റെസ്റ്റ് എടുക്കാണ്ട് നമുക്ക് ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യമാണ് ഏറ്റവും അതിന് ഭയങ്കര ടെൻഷനാണ്. കുഞ്ഞിന് ഫുഡ് ഉണ്ടാക്കി പൊന്നുന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് ഉണ്ടാക്കി പൊന്നോ വായോ എന്ന് പറഞ്ഞാൽ വരും. ഇപ്പം തടി ഓർക്കണം എന്നെ വിളിച്ചാൽ ഇല്ല അമ്മ ഞാൻ തടി ഓർക്കണേ ഞാൻ വേണ്ട, പക്ഷെ ഞാൻ വിളിക്കും, അവൾക്ക് വേണ്ടാഞ്ഞിട്ടാണ്. പക്ഷെ കുഞ്ഞിന് നമുക്ക് അവിടെ ആകുമ്പോൾ വിളിക്കാനോ നിർത്താനോ എളുപ്പമല്ലല്ലോ, ഇത്രയും ദൂരം. പൊന്നൂന് വരണമെന്ന് വെച്ചാൽ വരേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എന്തുണ്ടാക്കിയാലും അവൾക്ക് പെട്ടെന്നൊക്കെ എത്തിക്കാനായാലും അവൾക്ക് വന്ന് കഴിക്കാനായാലും പറ്റൂട്ടാ. അങ്ങനെ അച്ഛന് ബീഫ് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ബീഫ് മേടിച്ചു കേട്ടോ. ബീഫ് മേടിച്ചു. അത് കുഞ്ഞിക്ക് ഒരുപാട് വലിയ കഷ്ണങ്ങൾ ബീഫ് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അവർ നന്നാക്കി കൊടുത്തു വന്നതാണെങ്കിലും ഒന്നും കൂടി ഇരുന്നിട്ട് ചെറിയ പീസുകളാക്കിയിട്ടാണ്. അതൊക്കെ കഴുകി വന്ന് കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും പച്ചവെളിച്ചെണ്ണയും കല്ലുപ്പും കറിവേപ്പിലയും ഇതൊക്കെ ഇട്ടിട്ടാണ്ട് ബീഫ് ഇങ്ങനെ ഞെരടി കൊടുക്കട്ടെ. നമ്മുടെ കൈ കൊണ്ട് നല്ലോണം ഇങ്ങനെ ഞെരടി കണ്ട നിങ്ങൾക്ക് കാണുമ്പോൾ അത് ഞെരടിയിട്ട് കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിനി നേരെ വിസിലടിപ്പിക്കാം. ഒരു 3-4 വിസിലടിപ്പിക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ വേവിനനുസരിച്ച്. അപ്പോഴേക്കും പരിപ്പ് ഉപ്പേരി വയ്ക്കും. ഞായറാഴ്ച ഞാൻ എനിക്കുമ്പോഴേ നേരം വൈകി ചായ കൂടി കഴിഞ്ഞിട്ട് പിന്നെ ചക്ക പോകാമെന്നുള്ള പണിത്തിരക്കാട്ടോ. അപ്പോൾ കുഞ്ഞിനോട് അച്ഛനോട് നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് അപ്പോഴേക്കും കുഞ്ഞ് ചോറൊക്കെ എടുത്ത് പോയിട്ട് അകമ്പേരൊക്കെ അടിച്ചവരിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുളകും പൊടി കഴിഞ്ഞപ്പോൾ ഈ മുളകും പൊടി എടുത്തിട്ട് ഒരു ഡപ്പയിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അതിനിട്ട് ബീഫിലേക്കുള്ള സബോള അരിഞ്ഞതിൻ്റെ കേട്ടോ. സത്യം പറഞ്ഞാൽ അഞ്ഞൂറിന് എനിക്കും വയ്യ. ഞായറാഴ്ച എന്തോ ഭയങ്കര 2 ആൾക്ക് തീരെ വയ്യായിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അങ്ങനെ ഞാൻ വിചാരിച്ചു വേറെ കറികളൊന്നും വെച്ചാൽ ചില അച്ഛന് ബീഫ് ഉണ്ടെങ്കിൽ വേറെ കറികളുള്ള അത്ര ആവശ്യമില്ലാത്ര. പിന്നെ ഞങ്ങളും ഈ പറഞ്ഞ ഡയറ്റും കാര്യമായി ഒരുപാട് ഫുഡ് കഴിക്കാൻ തന്നെ ഞങ്ങൾക്കും ആ ഒരു തരിയേശ് വേണ്ടു. അപ്പം അതിനായിട്ട് നമ്മൾ കുറേ കറികൾ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ബീഫായാലും ഞങ്ങൾ ഒരുപാട് കഷ്ടമൊന്നുമില്ല, 3-4 കഷ്ണം തിന്നെങ്കിൽ അത്ര തന്നെയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിത് ഇന്നലെ 1 കിലോ ബീഫ് മേടിച്ച് ഞങ്ങൾ 6 ആളും കഴിച്ചു.
പൊന്നിന് കുറച്ച് കൊടുത്തേച്ചു. എന്നിട്ട് ഇന്ന് ബീഫ് ബാക്കിയായിട്ട് അതങ്ങനെയാണ്. ഞങ്ങളങ്ങനെ ആരും അത്രയ്ക്ക് അങ്ങോട്ട് കഴിക്കില്ല. ഇപ്പോൾ ചിക്കന് 2 കിലോ മേടിച്ചാൽ 3, 4, 5 പ്രാവശ്യമായിട്ട് കാക്കിലോ വീതം വെച്ചാണ് ചിലവാവുക. പിന്നെ നമ്മൾ ഈ ഒരു ചീഞ്ചട്ടിയിൽ ചുവന്നുള്ളിയും കറിവേപ്പിലയും ചതച്ചിട്ടു. നമ്മുടെ ഈ തൃശ്ശൂർക്കാരുടെ പരിപ്പ് കുത്തി വെച്ചതെന്ന് പറയാം. ചിലർ വെളുത്തുള്ളി ഇടും, ചിലർ വെളുത്തുള്ളി ഇടാം. ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടില്ല. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കും. അതിപ്പോൾ ചുവന്നുള്ളിയും കറിവേപ്പിലയും കുത്തിയ മുളകും പൊടി മാത്രം, മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച പരിപ്പ് അതങ്ങോട്ട് ഇട്ട് വെച്ചു. അങ്ങനെ നമ്മുടെ തൃശ്ശൂർക്കാരുടെ പരിപ്പ് കുത്തി കാച്ചിയത് റെഡിയായിട്ട്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാർക്ക് പരിപ്പ് കുത്തി കാച്ചത് ബീഫ് റോസ്റ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചോറിനാട്ടോ. എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല. നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടാൽ ഈ പരിപ്പ് കുത്തി ഇല്ല കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നിട്ട് ഉണക്കലും കൂട്ടി കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി ചെയ്യുന്ന ഒരു കറിയാണ് കേട്ടോ പരിപ്പ് കുത്തി കാച്ചത്. അങ്ങനെ നമ്മൾ ബീഫൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മളിതേ ഒരു ഉരുളി വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനം ഇട്ട് കൊടുക്കട്ടെ. ഇതുപോലെ ഒന്ന് ബീഫ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. ഞാൻ ഗൾഫിലേക്ക് തന്നെയാണ് പണ്ട് കൊടുത്തേക്കുമ്പോൾ ഞാൻ ഒരുപാട് സബോളകളോ ഒന്നും ഇടില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും നാളികേരത്തും മാത്രം ഇടണം കേട്ടോ. മറ്റുള്ള തക്കാളിയോ സബോളയോ അങ്ങനെയൊന്നും അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. ആദ്യം നമ്മുടെ എണ്ണ ചൂടായോ എന്ന് പരീക്ഷിക്കാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ ചെറുതായിട്ട് ചൂടായി വന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇഞ്ചി ബീഫ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇഞ്ചി ചതച്ചിടരുത് ഒരിക്കലും. നീളനിങ്ങനെ അരിഞ്ഞിടണം കേട്ടോ. അതേപോലെ വെളുത്തുള്ളി നീളനിങ്ങനെ അരിഞ്ഞിടണം. എന്നിട്ട് അത് നമ്മൾ ഈ എണ്ണയിലിട്ട് നന്നായാണ് മൊരിഞ്ഞ് വരുമ്പോൾ ചുവന്നുള്ളി ആണെങ്കിൽ കുറച്ച് ചുവന്നുള്ളി, ഞാൻ അപ്പോൾ സബോളയായിട്ട് 2 ചെറിയ സബോള അരിഞ്ഞത് കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് അതിട്ട് കൊടുത്തിട്ട് കേട്ടോ. ഇനി ഇത് നല്ല മാതിരി റോസ്റ്റാവണമായിരിക്കും നമ്മൾ വാട്ടണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ കറികളിൽ എന്ത് ടേസ്റ്റ് നമ്മൾ ക്ഷമോടക്കിനെ ഉണ്ടാക്കിയാലോ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും പറയണം, ഞാൻ ഉണ്ടാക്കുന്ന ഫുഡുകൾ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളായിരിക്കും കേട്ടോ. ഒരുപാട് പാത്രങ്ങൾ മുഷിക്കുക, ഒരുപാട് നേരത്തെ പണിത്തിരക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പണ്ടൊക്കെ സത്യം പറഞ്ഞാൽ ബീഫ് ഉണ്ടാക്കുമ്പോൾ ഇതിനൊരു ടേസ്റ്റ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഉരുളിയിലിട്ടിട്ട് നമ്മൾ ബീഫ് വേവിച്ചെടുക്കും. കുക്കറിൽ വിസിലടിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ മസാലക്കൂട്ടിൽ എടുത്തിട്ട് ബീഫ് വെന്ത് വരട്ടി വരുമ്പോൾ അതിന് വേറെ ടേസ്റ്റായിട്ട് ഞാൻ ഗൾഫിലേക്ക് പുറത്തേക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ വെള്ളം കിടന്ന് ഇങ്ങനെ വറ്റിയ മസാലയിൽ കിടന്ന് അങ്ങനെ വരകി വരുമ്പോണ്ടല്ലോ, ആഹാ, ബീഫും ആ നാളികേരക്കൊത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയില്ല, ഇതും അപാര ടേസ്റ്റാണ്. നല്ല നെയ്യുള്ള നെയ്യ് കുറവാണ് ബീഫിൽ കിട്ടുന്നത്. നല്ല നെയ്യുള്ള ബീഫ് അങ്ങനെയാണ് വെച്ചാണ്ടല്ലോ, ആഹാ, ചോറും പൊറോട്ടയ്ക്കൊക്കെ ഉണ്ടല്ലോ അടിപൊളി. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കുക. ഞാൻ ഉണ്ടാക്കി ഈ ബീഫിൻ്റെ ഒരു ഭംഗി കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ പറയണത് ശരിയാണെന്ന്. അങ്ങനെ നമ്മുടെ സബോള ഏകദേശമൊക്കെ കണ്ടോ ഒരു ബ്രൗൺ നിറായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ക്ഷമ വേണം. അപ്പോഴേക്കും എനിക്ക് കാല് വേനിച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലിട്ട് അതിനോട് ഒന്ന് കാലൊന്ന് വിരലൊക്കെ ഒന്ന് പൊട്ടിച്ചേരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളിത് ഒരു മുറി നാളികേരക്കൊത്തുണ്ട്, അതിങ്ങനെ അരിഞ്ഞിട്ടൂട്ടെ. എനിക്ക് ഈ ബീഫിൻ്റെ കഷ്ണം തിന്നാനല്ല ഇഷ്ടം, ഈ നാളികേരക്കൊത്ത് പറക്കി തിന്നാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അല്ലേ, അങ്ങനെയുള്ളവരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടത്തിന് നാളികേരക്കൊത്ത്. പിന്നെ നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂണത്തോളം മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചെപ്പൊടി എന്ന് പറഞ്ഞു കേട്ടോ, തെറ്റി പറഞ്ഞതാണ്, കുരുമുളക് പൊടി. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കുറവാന്ന് തോന്നുമ്പോൾ എന്താ വെച്ചാൽ ഓൾറെഡി ബീഫിന് നെയ്യ് കുറവാണ്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ ഗരം മസാലയുടെ പൊടി കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ബീഫ് അങ്ങനെ ബീഫിൻ്റെ ഈ മസാല ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ, എന്നിട്ട് ഇതിന് വെള്ളത്തിൻ്റെ നനവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് സുർക്ക, അതായത് വിനാഗിരി കുറച്ച് ഒഴിച്ച് കൊടുക്കും കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ടത് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ തക്കാളി ഒന്നും ചേർക്കാത്ത കാരണം നമ്മളിതിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വേവിക്കുമ്പോൾ ഒഴിക്കട്ടെ. ഞാൻ വേവിക്കുമ്പോൾ ഒഴിക്കാൻ മറന്നുപോയി. ഇപ്പം ഗരം മസാലപ്പൊടിയാണ് ഞാൻ ഇട്ടത് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ സുർക്ക ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ മസാലയ്ക്ക് നിങ്ങൾ കണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വയ്ക്കുന്നത് നമ്മുടെ ബീഫ് വേവിച്ച് ബീഫ് അങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തീയിൽ കിടന്ന് റോസ്റ്റായിട്ട് കണ്ട ഇങ്ങനെ തിളച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഒരു കളർ കണ്ട. ഇനി ഈ ചാറോടക്കനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ പക്ഷേ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തുട്ടാ. റോസ്റ്റ് ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നോക്കിയാൽ നാളികേരക്കൊത്തിൻ്റെയും ആ ബീഫിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കി ചുമ്മാ പറയല്ല, ഇത് കഴിച്ച് വയ്ക്കാൻ മാത്രമാണ് അതിൻ്റെ ടേസ്റ്റ് അറിയാം.
ഇങ്ങനെ ഉണ്ടാക്കാത്തവരോട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്താ വെച്ചാൽ പലരും പല തരത്തിലാണ് വയ്ക്കുക. അപ്പോൾ ഞാൻ ഓരോ ദിവസം ഓരോ തരത്തിലാണ് വയ്ക്കുക. ഒരുപോലെ ഞാൻ വയ്ക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. പലപ്പോഴും പല ടേസ്റ്റുകൾ കഴിക്കാനല്ലേ ഇഷ്ടം. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി. ലാസ്റ്റ് 2 തണ്ട് കറിവേപ്പില ഇട്ട് അങ്ങനെ ഇളക്കി കൊടുത്തപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു കുണിക്കിക്ക് മോര് കാച്ചി, നമ്മൾ ചില നാട്ടുകാരാണ് ഉണ്ടാകുക ഈ എറണാകുളം സൈഡ് വന്നു മോര് കാച്ചിയതും മോരിൻ്റെ കറിയും ഈ ബീഫ് റോസ്റ്റ് കഴിക്കണം. അപ്പോൾ എനിക്ക് അത് കഴിക്കൊരു ആഗ്രഹം തോന്നി. പിന്നെ കുണിക്കിക്കും ഈ ഒരു കറി ഇഷ്ടമാണ് കേട്ടോ. അതിൽ മതി കടുക് പൊട്ടിച്ച് വെറ്റൽമുളക് ഉലുവൊക്കെ പൊട്ടിച്ച് സബോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഇട്ടത് മൂപ്പിച്ച് വരുമ്പോൾ പച്ചമുളകും പിന്നെ നല്ല കട്ട തൈര്. എനിക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇടണം കേട്ടോ തക്കാളി. എന്നിട്ട് നന്നായി വാടി വരുമ്പോൾ കട്ട തൈര് അടിച്ച് വയ്ക്കുക. തീ ഓഫ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മോര് കാച്ചിയത് റെഡി ആയിട്ട് തക്കാളി ഇട്ടിട്ട് അപ്പോഴേക്കും കുഞ്ഞ് അവിടെ വരെ അടിച്ചു വരട്ടെ. അപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു അടുക്കളയിലെ പണി കഴിയുമ്പോൾ അമ്മ അടിച്ചുതരാൻ മോളേതാണ്. അങ്ങനെ ഞാൻ അടുക്കളയൊക്കെ അടിച്ചു ആ ചവിട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് അടിച്ചു വരട്ടെ. സത്യം പറഞ്ഞാൽ മോളോട് കാണിക്കണം വയ്യ തൊണ്ടലൊക്കെ വേവിച്ചിട്ടൊരു വിധത്തിൽ നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഒരു കണ്ണിമാങ്ങ അതിൻ്റെ വേസ്റ്റ് കളയാൻ പുറത്ത് പോയപ്പോൾ ഒരു കണ്ണിമാങ്ങ ഇരിക്കുന്നു. അപ്പോൾ താഴ്ന്നു എടുത്തോടുന്നിട്ട് വീണത്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് കല്ലുപ്പും കുറച്ച് മുളകും പൊടി ഇട്ട് വേണ്ട. നമ്മൾ പണ്ടൊക്കെ പൊടിപ്പ് കൂട്ടിയിട്ടല്ല കഴിക്കുക, കല്ലുപ്പ് കൂട്ടിയിട്ട് മാങ്ങ കഴിക്കുക. അതിന് വേറൊരു ടേസ്റ്റാണ്. എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ ചെയ്തു അതിന് കുറച്ച് മുളക് പൊടി പറയുമ്പോൾ തന്നെ വയലിൽ വെള്ളം വരും. പിന്നെ എനിക്ക് തോന്നി പണ്ട് ഇതുപോലെ നമ്മൾ ചെയ്യാറുണ്ട്. ഇങ്ങനെ മാങ്ങ പൊട്ടിച്ചിട്ട് ഇതേപോലെ തന്നെ കല്ലുപ്പിട്ടിട്ട് പച്ചമുളക് ഇങ്ങനെ വട്ടന അരിഞ്ഞിട്ട് വയ്ക്കും, എന്നിട്ട് അത് കടിച്ചിരും. അപ്പോൾ അങ്ങനെ കഴിക്കാനും തോന്നിയില്ല. അപ്പോൾ ഒരു കണ്ണിമാങ്ങയും കൂടി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, അതും കൂടി പറക്കൊടുന്നു. അതൊക്കെ ഈ കണ്ണിമാങ്ങ കൂടുതൽ പക്ഷേ ഈ മൂവാണ്ടൻ്റെ ആട്ടാ. മൂവാണ്ടൻ്റെ വാങ്ങിക്കുകയാണ് ഈ കണ്ണിമാങ്ങ ടേസ്റ്റ്. മറ്റൊക്കെ ചിലപ്പോൾ തൊലിക്കയ്പ്പുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് ഭയങ്കര ടേസ്റ്റാണ് മൂവാണ്ടൻ. അങ്ങനെ ഞാനവിടെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി വെച്ചിട്ട് പൈനാപ്പിളും ക്യാരറ്റും പിന്നെന്താ കുക്കുംബറും സബോളയും പച്ചമുളകും. അപ്പോൾ അതിന് റൗണ്ട് പച്ചമുളകും എടുത്തു വിട്ടാൽ അതിൻ്റെ നടു കട്ട് ചെയ്തു. നല്ല ഉണ്ടമുളകാണ്. എൻ്റെ നടു കട്ട് ചെയ്തിട്ട് ഒരെണ്ണം എൻ്റെ എനിക്ക് വെച്ചു. അത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടു. ഞാൻ പന്നിയേട്ടനെ വിളിക്കുന്നു. പന്നിയേട്ടൻ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷേവിങ് ക്രീമും മുഖത്ത് വെച്ചുകൊണ്ടിരിക്കട്ടെ. പക്ഷേ അനിയേട്ടൻ അറിഞ്ഞിട്ട് ഞാൻ പച്ചമുളക് അതിന് വെച്ചത്. അതിനിടയ്ക്കിങ്ങനെ കടിച്ചപ്പോഴേ സൈഡിലേക്ക് പച്ചമുളക് വീണു. മാങ്ങയൊക്കെ കടിച്ച് ലാസ്റ്റ് ആയപ്പോൾ ആ മുളക് കടിച്ചിട്ട് ഇന്ന് അവൻ്റെ ഒരു സൈഡാണ് വെന്ത് കുറേ നേരം നാവ് പുറത്തിട്ട് നടന്നിരുന്നു. അങ്ങനെ അതിനായിട്ട് ഷേവ് ചെയ്യാൻ തന്നിട്ട് പിന്നെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മനുഷ്യനെ ഷേവ് ചെയ്ത് കൊടുക്കണം. എനിക്ക് അതിന് വേണ്ടി കുളിക്കണം. ഇനി അടുത്ത പരിപാടി ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയ കാരണം കുഞ്ഞിനോട് അച്ഛനോട് ഞാൻ കുളിച്ചുകൊണ്ട് അവർ കുളിക്കാണ്ട് നടക്കുന്നുണ്ട്. അവർക്ക് നാളെ ഷൂട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിന് വേണ്ടി രാത്രി ആകുമ്പോൾ കുളിക്കാമെന്ന് വെച്ചിട്ട് തോന്നുന്നു നടക്കണം. അങ്ങനെ അതിനായിട്ട് കുളിക്കാൻ ചൂടുവെള്ളം വെച്ചപ്പോൾ ഞാൻ കേട്ടോ ഞാൻ കുറച്ച് നേരം എൻ്റെ തണ്ടലൊന്ന് നിവർത്തട്ടെ കണ്ട് ഞാൻ വന്നിട്ട് അങ്ങനെ ഒന്ന് തണ്ടലൊക്കെ നിവർത്തി ഇവിടെ കുറച്ച് നേരമൊക്കെ എടുക്കുന്നുണ്ട്. തീരെ വയ്യ. കാരണം അതിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിഞ്ഞു തീരെ. അപ്പോൾ കാല് കയറ്റി വയ്ക്കാൻ പോലും വയ്യ. അങ്ങനെ വയ്യ എന്ന് വെച്ചാൽ റെസ്റ്റ് ഇല്ലായ്മയാണ് കേട്ടോ. എൻ്റെ ഇപ്പോൾ ദോരെ കേടുകാനും തലവേദനയും മൈഗ്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കിടന്ന് പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാട്ടോ. അപ്പോൾ ഒരു ചട്ടകം ചോറെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ബീഫൊക്കെ ഇട്ടപ്പോഴാണ് അപ്പുറത്ത് പപ്പടം കാച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറി പപ്പടം, ബീഫ് കറി പപ്പടം. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഞായറാഴ്ച അല്ലേ ചിക്കൻ കറി. എൻ്റെ വീട്ടിലാഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. എന്നാലും നമ്മൾ കൂടുതലും ഞങ്ങൾ ചിക്കൻ കറി പപ്പടം കൂട്ടിയിട്ട് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇറച്ചിക്കറി പപ്പടം കൂട്ടി ചോറിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ മീൻ കറി പപ്പടം, സാമ്പാറും പപ്പടം ഇതൊക്കെ എനിക്കിഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാത്തിനും കൂടെ പപ്പടം കഴിക്കാൻ ഇഷ്ടമാണ്. പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ളവരും നമ്മൾ നോക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കുഞ്ഞ് ഷൂട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടേക്ക് ഷൂട്ടിന് ആളെ കിട്ടിയതിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി. അപ്പോഴാണ് ഓർമ്മ വന്ന് ഇവിടെ വീഡിയോ എടുക്കണില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് വെറുതെ പറയില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ ഇത് ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കുന്നത്. ഇപ്പം കുടിക്കുമ്പോൾ ബീഫ് വേണ്ടാട്ട് മാറ്റി വെച്ചാൽ കുടിക്കുമ്പോഴാണ് ബീഫൊന്നും കഴിക്കില്ല കേട്ടോ. ആ മോര് കാച്ചിയതാണ് മുപ്പരക്കിണ്ണത്തിൽ. മുപ്പരക്ക് അങ്ങനെ മോര് കാച്ചി ഭയങ്കര ഇഷ്ടമായിട്ട് ചോറിന്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. നാളെ കുഞ്ഞിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പം അതിൻ്റെ ആഘോഷങ്ങളായിട്ട് നാളെ വരാം. ബായ്.